ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ പച്ചപ്പയർ കൊണ്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വരും, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം പച്ചപ്പയർ ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ തുടങ്ങാം. ഇനി ഇതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചപ്പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എല്ലാം ഇവിടെ ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 1/2 വേവ് വെന്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ എല്ലാം ഇവിടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 2 സൈഡ് മുകൾ ഭാഗം അടിഭാഗമൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. ഈ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം. ഒന്നുകൂടെ നമുക്കൊന്ന് എല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ പച്ചപ്പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നമുക്ക് താളിച്ച് കൊട്ടാം. ഇനി താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് അതൊന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് സവാള പൊടിയായി അരിഞ്ഞത്, ഇനി കുറച്ച് ചെറിയുള്ളി, ഒരു 1/2 കപ്പ് ചെറിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 5 പച്ചമുളക് 2ആയി കീറിയത്. വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ എത്ര ചേർത്തിയാലും അത്രയും രുചിയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താം. ഇനി കുറച്ച് അതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് ചുവന്ന പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ കൊട്ടിയിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കാം. ഇതിൽ ഈ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും വെളിച്ചെണ്ണയൊക്കെ ഇതിൽ ഈ പച്ചപ്പയറിൽ പിടിച്ച് വരുന്നവരെ എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കണം. അപ്പോഴേ ഇതിന് രുചി ഉണ്ടാവുള്ളൂ. ഈ പച്ചപ്പയറിൽ നല്ല മണവും രുചിയാണ്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്തത് അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് അടച്ച് വയ്ക്കുക. ഇതിൻ്റെ മുളകിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്നുകൂടെ പയർ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചപ്പയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിൽ നല്ല എണ്ണയുടെ ഉള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. കൂടുതൽ എണ്ണ ഒഴിക്കും തോറും അത്രയും രുചിയാണ്. ഒന്നുകൂടെ അടച്ച് വയ്ക്കുക. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് രുചി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ പച്ചപ്പയർ ഉപ്പേരിക്ക്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ നമുക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.